ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ 2.5 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആഗ്രയിൽ റൂമിലെത്തിക്കുവാണ്. നല്ലൊരു ഡീസൻറ്റ് റൂമായിരുന്നു ഗൈസ്. 2 ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ലഗേജ് വെക്കാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നു, ബാത്റൂം ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഒരു കബോർഡ് ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് നല്ലൊരു റൂമായിരുന്നു കിട്ടിയിരുന്നത്. എന്തെങ്കിലും പറ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ താജ്മഹൽ കാണാൻ പോവാണ്. റെഡി ആവണം. കുറേ നാളല്ല, നമ്മളൊരു സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഉള്ളൂ. സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ നേരിട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നേരെ പോവുക, കാണാൻ പറ്റിയായിരുന്നല്ലേ സമയത്ത്. 4:30 നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രെയിൻ ലേറ്റ് അല്ല. ട്രെയിൻ ഈ ഒരു സമയം, നാളെ വെനസ്ഡേ അല്ല, ഫ്രൈഡേ ആയതുകൊണ്ട് താജ്മഹൽ ഓപ്പൺ അല്ല. അപ്പം ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ നാളെ കാണാൻ പറ്റും. ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റൂല. എനിക്ക് മെയിനായിട്ട് എനിക്ക് താജ്മഹൽ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഇതാക്കിയത്. കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മാക്സിമം നോക്കിയായിരുന്നു. നമ്മൾ റെഡിയായി. നമുക്കിനി ഇനി താജ്മഹലിൽ പോവാം. ഹലോ ഗൈസ്, നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഊബർ വന്നിട്ട് നമ്മൾ നേരെ താജ്മഹലിൽ പോകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഊബർ വന്ന്, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഊബറിൽ കയറിയിട്ട് നേരെ താജ്മഹലിലോട്ട് പോയി. ഇത് ഞാൻ ഇടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഇട്ടാൽ കാണാം. ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ഇടാറില്ല, ഇതെങ്കിലും ഞാൻ ഇട്ടായിരുന്നു. എന്തൊരു ശബ്ദമല്ലേ, ഭയങ്കര ശബ്ദം. ഇവിടെ ആണെങ്കിൽ ആരും ട്രാഫിക് റൂൾസോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. എല്ലാവരും ഇഷ്ടമുള്ള പോലാണ് ചെയ്യുന്നത്. ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുടുംബത്തിന്റെ കൂടെ ഫാമിലി ട്രിപ്പ് പോലെ ഫാമിലിയുടെ കൂടെ പോകുന്ന പോലെ ആയിരുന്നു അല്ലേ. കുറെ ആൾക്കാർ, അവരും ആഗ്രയിലോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അവരെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നു അവരെ. വീണ്ടും എനിക്കും കാണണമെന്നുണ്ട്. അവര് ബാഗും എടുത്ത് ധൃതിക്ക് ഇറങ്ങിയപ്പോ എനിക്ക് അവരെ കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇവിടെ വെച്ച് അവരെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കണ്ട് നമുക്ക് ബ്ലോഗിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം പോയവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു കിടക്കുമായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്കൊരു ഡൗട്ട് അടിച്ചായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. സമയം കഴിഞ്ഞായിരുന്നു ഗൈസ്. താജ്മഹലിൻ്റെ ഞങ്ങൾ വിചാരിച്ച് 6:30 വരെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ 5 മണി വരേ ഉള്ളൂ. ഗൂഗിൾ ചതിച്ചു. ഞങ്ങളിപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, എന്തോ പറഞ്ഞാൽ ഇത് കാണിച്ചല്ലേ, ഏതൊരു ടെമ്പിള് ഇതാന്ന് തോന്നുന്നു. ടെമ്പിളിലോട്ട് വെറുതെ നടക്കുക. അത് ക്ലോസ് ആയോ എന്തോ. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ ആ ടെമ്പിളിൽ പോകുന്ന വഴി വെച്ച് 2 പേരെ കണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞ് താജ്മഹൽ സൺസെറ്റിന് മുന്നേ ഒരു സ്ഥലത്ത് പോയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ വഴി കാര്യങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. താജ്മഹൽ കാണാനുള്ള ഒരു ശ്രമത്തില്ല. അതാ, സൺസെറ്റിന് മുന്നേ ഞങ്ങൾക്ക് പോകണം. എങ്ങോട്ട് വന്നേ? ദശരഘട്ടോ, ഈസ്റ്റ് ഗേറ്റ്. പാറൂന് ഇന്ന് തന്നെ താജ്മഹൽ കാണണം. ഞങ്ങൾ അങ്ങോട്ട് കണ്ടാലും മതിയായിരുന്നു, പക്ഷെ നാളെ കാണാൻ പറ്റൂല. അതാ ഞങ്ങള് സ്പീഡിൽ നടക്കുക. കാണാൻ പറ്റണേ, കണ്ടായിരുന്നല്ലേ. ദൂരെ എന്തെങ്കിലും കണ്ടായിരുന്നു. അബദ്ധം പറ്റി. നേരത്തെ ഡയറക്റ്റ് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ അങ്ങ് വരണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ വരണം, അല്ലെങ്കിൽ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളിങ്ങനെ എല്ലാവരുടെ അടുത്തും ഡയറക്ഷൻസ് ഒക്കെ ചോദിച്ചാണ് പോയത്. നല്ല സ്പീഡിൽ നടക്കുമായിരുന്നു, കാരണം പതിയെ ഇങ്ങനെ ഇരുട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. ഭയങ്കര ബഹളം അല്ലേ ഇങ്ങോട്ട്? അതെ, ഇരുട്ടി തുടങ്ങുന്നു. ഇങ്ങോട്ട് പാറിയിരിക്കുന്ന പോലെ. പാറുവിന് ഞങ്ങളെ വേണ്ട പുതിയ കമ്പനിക്കാരെ കിട്ടി. ഞങ്ങള് നടക്കുക, ഇതുവരെ എത്തിയില്ല. ചോദിച്ചു പോവുക. ഞങ്ങള് സ്ഥലവും അറിഞ്ഞുകൂടാ, ഭയങ്കര ട്രാഫിക്കും. ഇതിലേ കൂടെ ആൾക്കാരെല്ലാം നിരന്നാ പോകുന്നത്. വണ്ടി അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ എടുത്തോണ്ട് പോകുന്നു. നടക്കാനും പറ്റൂല. കിട്ടിയത് ആരെയാ കണ്ടേന്ന് പറ? ഗുജറാത്തിലുള്ള ആരെയോ കമ്പനി ആയിട്ടുണ്ട് എന്തായാലും. അവര് ഞങ്ങളുടെ പുറവേ ഉണ്ട്. അവരെന്തു പറഞ്ഞേ? എന്തുവാ പറഞ്ഞത്? അവരെ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ കുറെ ചുറ്റിച്ചു. നമ്മളും കുറെ ചുറ്റി സ്ഥലം. അവർ ചോദിച്ചു നമ്മളെയൊക്കെ ഇത്രയും കറക്കുന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിന് എന്തോരം ഊറ്റുന്നുണ്ടായിരിക്കും. സത്യല്ലേ? അവർക്ക് ഇനേക്കാട്ടി ഭേദം ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നേ. അവര് പറഞ്ഞേ ഇവരെ ഈ ലോകം മൊത്തം കറക്കി കാണുമെന്ന്. ഇരുട്ടാവുന്നു, കാണാൻ പറ്റിയ മതിയായിരുന്നു.
ബഹളോ എന്തേലും കിട്ടിയോ എന്തോ പറയുന്നതൊക്കെ. കൊള്ളാം. താജ്മഹൽ അതെ അങ്ങനെ കണ്ടു. കുറച്ചുള്ളെങ്കിലും കൊള്ളാം. കിട്ടിയോ? എടുക്കുന്നുണ്ടോ? ഞങ്ങളങ്ങനെ അതെ ദൂരത്തുനിന്ന് കണ്ട് നാളെ മേത്താബാദിന്നും കൂടെ കാണണം. ഇത് ഇങ്ങോട്ട് ഇറങ്ങാവോ യമുനയിലോട്ട്? യമുന കാണാം. യമുന കാണാം. അതാണ് മേത്താബാദ് അല്ലേ? ഞങ്ങള് യമുനയുടെ പക്ഷേ സൈഡ കണ്ട കുഴപ്പമില്ല. പോസ്റ്റ് അവർ ഇത് യമുനയാ? യമുന പക്ഷേ ഇച്ചിരി അതെ യമുന. പക്ഷേ വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ട് അവിടെ. എന്താണോ എന്തോ ഇങ്ങനൊക്കെ പൂക്കളും അതും ബാക്കി കണ്ടോ? ബാക്കി നോക്കിയ സൺസെറ്റ്. അതാണ് സൺസെറ്റ് സൺസെറ്റ് വന്നപ്പോ കൊള്ളാം. ഇല്ലില്ല അങ്ങനത്തെ ടെക്നിക്സ് ആണ്. അതിന് നേരെയാണ് നമ്മളെ താജ്മഹൽ. ഈ സൺസെറ്റ് വന്നപ്പോഴത്തേക്കിന് ആ ഒരു ഗ്ലോ ഉണ്ടല്ലേ, കൊള്ളാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മെഹ്താബാഗിൽ നിന്ന് നോക്കാൻ നല്ല രസമാണ്. യമുനയുടെ ക്ലോസ് നിന്ന് താജ്മഹൽ കാണാൻ പറ്റും. അവിടെ അതാണ് മെഹ്താബാഗ്. അവിടെ നിന്ന് നമുക്ക് യമുനയും താജ്മഹലും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പൊ നാളെ ഞങ്ങള് മേത്താബാദി എന്തായാലും പോകുന്നുണ്ട്. ഇന്നെങ്കാട്ടി കാണാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റിയാൽ നമ്മൾ പറ്റുവാണെങ്കിൽ ഡൽഹിയിൽ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് നമ്മൾ വീണ്ടും ആഗ്രഹം വരാൻ ഇനി സാധ്യതയുണ്ട്. ശരിയാ, കൊള്ളാം ഗൈസ്. നല്ല നല്ല തണുപ്പുണ്ട്. എന്തുവാ അവസാനമായിട്ട് ഷാജഹാൻ മെഹ്താബാദിൽ ഇരുന്നുകൊണ്ടാണ് താജ്മഹൽ കൊണ്ട് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഉള്ളതാണോ എന്ന് അറിഞ്ഞൂടെ? ഏതോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പറയുമോ? ആരോ പറഞ്ഞിട്ടുണ്ട് ഷാജഹാൻ സ്വപ്നത്തിൽ കണ്ടെന്ന്. എവിടെ ഷാജഹാൻ വന്നു? അവിടെ അൻഷയുടെ തലയുടെ അപ്പുറത്തിരിക്കുന്ന സ്ഥലം. അവിടെ ഇരുന്നിട്ട് താജ്മഹൽ കണ്ട് മരിച്ചെന്ന്. ഉള്ളയാണോന്ന് അറിഞ്ഞൂടാ. ഔറംഗസേബ് എന്തോ തടവിലാക്കി അങ്ങനെ ഔറംഗസേബ് മോനല്ലേ? ഔറംഗസേബ് അയാള് കാരണം അയാൾ ഒരുപാട് കൺസ്ട്രക്ഷൻ ഒക്കെ പണിത് അങ്ങനെ എന്താ പൈസ ഒക്കെ ഒരുപാട് കളഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ ആണ് തടവിലാക്കി. അവിടെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. എവിടെ തടവിലാക്കി അവിടെ കിടന്നാണ് മരിക്കുന്നത്. മരിച്ച സ്ഥലത്തിരുന്ന് താജ്മഹൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അറിഞ്ഞൂടാ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളങ്ങനെ തിരിച്ചു കിടക്കുക. താജ്മഹലൊക്കെ കണ്ട് ഭയങ്കര തണുപ്പ്. അങ്ങ് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്ന ദേഹം ഫുള്ള്. എനിക്ക് നല്ലപോലെ തണുക്കുന്നു. ഞങ്ങളിനി താജ്മഹൽ ഉണ്ട്. ഇന്ന് സത്യം പറഞ്ഞ ഞങ്ങൾ താജ്മഹൽ മാത്രമായിരുന്നു കാണുന്നേ. എന്റെ കൈ പിടിച്ചിട്ട് ചൂടാണ്. കഴിക്കാനായിട്ട് വന്നു. ഞങ്ങള് കഴിക്കാൻ പാവഭാജി എന്നിട്ട് നമുക്ക് വേറെ കടയിൽ പാനിപ്പൂരി. അതാ അങ്ങനെ ചെയ്യാം. എന്തേലുമൊക്കെ നടക്കട്ടെ. പാവഭാജി എന്തുവാ? മറ്റേ ബണ്ണ് വന്നിട്ട് ഗ്രേവി പോലെ ഉണ്ട്. കൊള്ളാമോ? കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു തവണ എന്താ കഴിച്ചിട്ടുണ്ട്. അന്ന് നല്ലതായിരുന്നു. നിങ്ങള് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. കൊള്ളാമോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതാ അനുസരി കഴിച്ചിട്ടുണ്ടോ? പിന്നെ അനുസരിച്ച് വീട്ടിൽ പാവഭാജി പാവഭാജി ഹരിപ്രിയയുടെ ഒരു പരിഷ്കാരി യൂട്യൂബ്. ലോകത്തില്ലാത്ത പരിഷ്കാരം. വീണ്ടും പാവഭാജി കഴിച്ചു ഞങ്ങള്. എന്നിട്ട് പാനിപൂരി കഴിക്കാൻ പോവാൻ പാനിപൂരിനെ കിട്ടുമെന്തോ. എന്തേലും സൈഡിൽ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് എന്തേലും കഴിക്കണം. കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് എല്ലാരും അപ്പൊ നമ്മള് നോ താങ്ക്സ് നെഹി ബയ്യ 2 വാക്കറിയാം. ബയ്യ നെഹി ചായേ ബായ് അങ്ങനെ കുറച്ചറിയാം. പാനിപ്പൂരി ബേൽപൂരി. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇത്രയും കഴിച്ചപ്പം തന്നെ വയറുവേദന എടുക്കുന്നത്. വയറുവേദനയല്ല, വയറ് നിറഞ്ഞ്. ഇനി ചിലപ്പോൾ മിക്കവാറും ഞങ്ങളൊന്നും കഴിക്കത്തില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ മാഗി മേടിച്ചിട്ടുണ്ട്. അതങ്ങ് കഴിക്കത്തേ ഉള്ളൂ. വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് ഹോട്ടലിൽ പോവാം. റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മള് താജ്മഹൽ മേടിക്കാൻ വേണ്ടി വന്നത്. ശബ്ദം
ശൂലുള്ള താജ്മഹൽ ഇവിടെ കിട്ടുമോ? ഇത് മൂണാണ്, തൃശ്ശൂര് ഇത് മൂണാണ്. മൂണാണോ? हमने सोचा ये त्रिशूल है. मून लगा दीदी, മൂൺ. ये मुस्लिम कल्चर में मून लगाता है. അത് മൂണാണോ? മൂണ് ഇങ്ങനെ कितना है? 250 rupees small size, big size 400 rupees only. 400 rupees. Marble दीदी, this is handmade. 50 rupees कहा था. नहीं, small size, small one. No problem दीदी, no problem. This one में 150 rupees वाला था यार. दीदी, this one is small size, very small size, 150 rupees. No no, बाबा. दीदी, you want ഫത്തേപൂരി മസ്ജിദ്. അനുശ്വര തോന്നി പോയി. ഓക്കെ അതൊക്കെ അത് നോക്കിയെന്ന് പറയുമ്പോൾ ഈ എന്നെ കിട്ടുന്ന പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമാണിത്. ഏത്? ഇത് അവിടെയാണ് അവർ കയറുന്നതിന് മുമ്പ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. കൊള്ളാം, നല്ല. ഇവിടെ പക്ഷെ ആളൊന്നും ഇല്ലാത്ത എന്താ? ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തോരം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അയാൾ കണ്ടില്ലെന്ന് തോന്നുന്നു. ഇത് ഫത്തേപൂർ മോസ്ക് ആന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ കയറി കണ്ട് കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്ചർ നല്ല രസമല്ലേ? ആ ഡോം ഒക്കെ കണ്ട അതുണ്ടാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട്. അവസാനം കൊള്ളാം. അങ്ങോട്ട് ഇതൊക്കെ വേണം. നമുക്ക് ഗോപുരംസ് ആണെങ്കിൽ ഇവർക്ക് ഡോംസ് ആണ്. സത്യം, അങ്ങോട്ട് നമുക്ക് ഗോപുരംസ്, ഇവർക്ക് ഡോംസ്. ഹേ ഗൈസ്, ഞങ്ങളങ്ങനെ ഹോട്ടലിൽ തിരിച്ചു വന്ന് ഇന്ന് കൊള്ളായിരുന്നല്ലേ, നല്ല തണുപ്പായിരുന്നു. ഇറങ്ങാൻ നേരത്ത് വലിയ തണുപ്പില്ലായിരുന്നു, പക്ഷെ കുറച്ച് രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെന്തുവാ, പാവ് ബജി കഴിച്ച്. പാവ് ബജി നല്ലതായിരുന്നു. ഞങ്ങൾ 2 പ്ലേറ്റ് കഴിച്ച്. പാനിപ്പൂരി വലിയ സുഖമില്ലായിരുന്നു. ആ വെള്ളം എന്തോ എനിക്ക് സ്മെല്ലല്ല, എനിക്ക് ആ ഒരു വെള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെന്തോ ഒരു സാധനം കഴിച്ചാൽ എന്തോ വേറൊരു സാധനം കഴിച്ചു. അതെന്തോലും വീഡിയോ എടുത്തിട്ടുണ്ട്. അതും വലിയ ടേസ്റ്റില്ല, എല്ലാത്തിനും നല്ല എരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം കഴിച്ചു. പിന്നെ താജ്മഹൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് അടച്ചു. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നു പോയെ? അവിടെ പോയി. അവിടെ പോയിട്ട് സൈഡിലെ വ്യൂ ഉണ്ട്. നാളെ മേത്താബാദിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നാളെ രാവിലെ ഞങ്ങൾ മേത്താബാദ്, പിന്നെ ഇവിടെ ആഗ്ര ഫോർട്ട്, പിന്നെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെ പറ്റുമെങ്കിൽ കാരണം അവിടെ ഫ്രീ എൻട്രി എന്തോ ആണ്. അത് ശിവന്റെ ടെമ്പിള്. ശിവന്റെ ടെമ്പിള്, അവിടെയും പോകണം. ഓവറോൾ നല്ലതായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവരെ ഞങ്ങൾ കണ്ടില്ല. അവരെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരെ കണ്ടില്ല. അവരിനി എങ്ങോട്ടാ? മധുര, അയോധ്യ, അങ്ങോട്ടൊക്കെ ജയ്പൂർ, അവിടെയൊക്കെ നമ്മളും പോകണ്ടായിരുന്നു. പക്ഷെ സമയമില്ല, ഞങ്ങൾക്ക് ഇനി എക്സാം ഒക്കെ ഉണ്ട്. ഇനി ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. എനിക്കതുകൊണ്ട് ഇതിനെ പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ഇടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പം മിസ്റ്റേക്സ് ഒക്കെ കാണും. ഇനി ഞാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും, ചിലപ്പോൾ എടുക്കൂലായിരിക്കും. എനിക്ക് വ്ളോഗ് എടുക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ എനിക്ക് വ്ളോഗ് ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കാനൊന്നും വയ്യ. ഷോർട്സ് ചെയ്ത് വ്ളോഗ് ഭയങ്കര പാടാണ്. എല്ലാം ഇങ്ങനെ എടുക്കണം. ഞാൻ കുറേയൊക്കെ എടുക്കാനും മറന്നു പോകും. ഞാൻ നോക്കട്ടെ, ഇത് എഡിറ്റ് ചെയ്ത് മാക്സിമം ഇടാൻ നോക്കാം. അതെന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിത് ഇട്ടാൽ മതിയായിരുന്നു. ഗൈസ്, വേറൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ. ഓക്കെ, ബൈ. ടാറ്റാ. ബൈ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. ഗുഡ് നൈറ്റ്.